ഹേ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ എനിക്ക് കാണാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു മോയ്സ്ചറൈസ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഫേസ് ക്രീം കൂടെ യൂസ് ചെയ്തിട്ട് അപ്പം നമ്മൾ നൈറ്റാണ് പോകുന്നത്. അപ്പോൾ നൈറ്റ് ഒരു 8 മണിയുടെ ഷോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചെറുങ്ങനെ ഒന്ന് ഐബ്രോ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഷെയ്ഡിൽ, പിന്നെ ഒന്ന് കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് 3-4 ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡാണ്. എനിക്കെന്തോ അതിനോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ നമ്മുടെ കിങ്ങിണി എൻ്റെ ഇടയിൽ കറങ്ങുന്നുണ്ട്. കിങ്ങിണി നേരത്തെ റെഡി ആയിട്ടൊക്കെ വന്നതാണ്. അപ്പം ഞാനിവിടെ ഒരുങ്ങുന്ന എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വലിയ ചീർപ്പുകൊണ്ടാണ് എൻ്റെ മുടി എടുക്കുക. കാരണം അതാകുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിട്ട് കുറച്ച് കുറയും. കാരണം ചെറിയ കോമ്പാകുമ്പോൾ മുടി വേഗം പൊട്ടി വരും. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും ഇല്ലാത്തൊരു ചിക്ക് കാണുന്നത്. ചിക്കെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ മുടിയിൽ ജട എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർ ഭാഷയാണ് ഈ ചിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൊല്ലത്താണെങ്കിൽ ഇതിന് പറയുന്നത് ജട വന്നല്ലെങ്കിൽ ഉടക്കായി, മുടി ഉടക്കായി എന്നൊക്കെ പറയും. അപ്പോൾ വേഗം കെട്ടാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് ഒരു ക്ലിപ്പ് കുത്തിയിടുക എന്നുള്ളത്. ഇതാകുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വേറെയൊക്കെ സ്റ്റൈലൊക്കെ കെട്ടിയാലും ചിലവരിങ്ങനെയാണല്ലോ, നമുക്ക് എന്തൊക്കെ തലയിൽ കെട്ടി നോക്കിയാലും നമുക്ക് നമ്മുടെ ആ രീതിയിൽ നമ്മളെപ്പോഴും കിട്ടുന്നത് കെട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെയാണ് ഞാനും ചില സമയങ്ങൾ. അപ്പോൾ ഒരു പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ഒരു ഫേവറേറ്റ് വാച്ചാണ് ഇത്. എനിക്ക് വാങ്ങിയ സമയത്ത് എനിക്ക് അത്ര വലിയ ഫേവറേറ്റ് അല്ലായിരുന്നു കേട്ടോ. പിന്നെ കണ്ട് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഫേവറേറ്റ് ആയി, ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ വാച്ച് എനിക്ക്. നമ്മളിവിടെ 3 റെഡി ആയിട്ടുണ്ട്. അപ്പം ഏട്ടൻ അവിടെ വരുന്നുണ്ട്. ഏട്ടൻ പുറത്ത് പോയിട്ടുള്ള ഇനിയിപ്പോൾ വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു പെർഫ്യൂം അടിക്കുക. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ തകർത്ത് വാരി അടിക്കും. നമ്മുടെ പെർഫ്യൂമിൻ്റെ മണം അടിച്ചിട്ട് ചുറ്റുമുള്ളവർക്ക് തലവേദന വരണം, അടക്കട്ടെ അല്ലേ? അപ്പോൾ അങ്ങനെ അടിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പിന്നെ എൻ്റെ പെർഫ്യൂം ഭയങ്കര മണമാട്ടോ, നല്ല മണമുള്ള പെർഫ്യൂമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലല്ലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അവിടെ ഇവിടെ അടിക്കുന്നത്. ഇപ്പോൾ ഈ ലല്ലുവിൻ്റെ ബോഡിയിൽ ഇപ്പോൾ ഒരു 3-4 ബ്രാൻഡ് പെർഫ്യൂം ഉണ്ടാവും. അപ്പോൾ ഞാൻ പെർഫ്യൂം എന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, എന്നെപ്പോലെ തന്നെ. പിന്നെ ഈ ഒരു സാധനം, ഇത് നമ്മുടെ പെർഫ്യൂം ക്രീമാണ്. നമ്മുടെ ഈ ഡ്രസ്സിന്മേൽ തേക്കാം, നമ്മുടെ ബോഡിയിൽ തേക്കാം. ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണം, നല്ല ഫ്രഷ് മണം. നമ്മുടെ പെർഫ്യൂമിനെക്കാട്ടി ലോങ് ലാസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ സംഭവം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും ഇതെന്ത് ഐറ്റം എന്ന്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് സുൽത്താൻ എന്ന് പറഞ്ഞ പെർഫ്യൂം ക്രീമാണ്. ഇതിൻ്റെ 2 ഐറ്റം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഈ സംഭവം. അപ്പോൾ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഹാൻഡ് ബാഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോൺ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ലിയോനെ ഞാൻ കൊണ്ടുപോകുന്നില്ല. അപ്പം അവന് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അതായത് തണുപ്പെന്ന് വെച്ചാൽ ജലദോഷം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുള്ളത് കൊണ്ട് അവനെ ഞാൻ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ പറയുന്ന എനിക്കും തണുപ്പുണ്ട്, നല്ലോണം ഉണ്ട്. അതിപ്പോൾ ഇവിടെ കാര്യമാക്കുന്നില്ല. അപ്പോൾ നമുക്ക് തിയേറ്ററിലേക്ക് പോകാം. അപ്പം നമ്മൾ ആ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഏട്ടനാണ് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പം ഞാനും ഇങ്ങനെയും അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പം നമ്മൾ ഉള്ളിൽ കയറി നമ്മുടെ സീറ്റുകളെല്ലാം കണ്ടുപിടിച്ചിരുന്നിട്ടുണ്ട്. ലിയോക്കുട്ടിനെ വിളിച്ചു നോക്കി, ലിയോയുടെ പ്രശ്നമൊന്നുമില്ല, ഹാപ്പിയായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇടുണ്ട്. നമ്മുടെ ഫിലിം തുടങ്ങി, ഇനിയിപ്പോൾ നമ്മളെടുക്കാനൊക്കെ. അപ്പോൾ നമ്മുടെ കിങ്ങിനിതാ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്, അതായത് കാന്താര എന്ന് എഴുതി കാണിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഫിലിം എല്ലാം തുടങ്ങി നല്ല ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണുകയാണ് ഗൈസ്. പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പടം നല്ല പടമാണ്. ചെറിയ മക്കളൊക്കെ കൂട്ടിയിട്ട് പോയി കാണിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, കാണാൻ പറ്റുന്ന നല്ല പടമാണ്. പിന്നെ ദൈവങ്ങളുടെ ഓരോരോ രൂപങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിപ്പോൾ ഫസ്റ്റത്തെ കാന്താരയിൽ എനിക്കതിൽ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പാട്ട്. പിന്നെ ഈ പടത്തിൽ ഈ രംഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് നല്ലൊരു അടിപൊളി രംഗമാണ്, ഇങ്ങനെ പുലീൻ്റെ ഒപ്പരം ഇങ്ങനെ വരുന്നത്. പിന്നെ അതിന് മുന്നേ ഒരു രംഗമുണ്ട്, ഒരു ഗുഹേൻ്റെ ഉള്ളിൽ പോയിട്ട് ശിവൻ്റെ അടുത്ത് പോയിട്ട്. അപ്പോൾ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ രംഗം എന്താണെന്ന്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോൾ ഇതിൻ്റെ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ നടി വില്ലത്തിയാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാപ്റ്റർ 2 ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ കയ്യും പിടിച്ചിട്ട് മുന്നിലൂടെ നടന്നു പോകുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.